ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസുകളും ക്വസ്റ്റ്യനുകളും കൂടിയാണ് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ ടെൽ മീ വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ടെൽ മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്നോട് പറയൂ, എന്നോട് പറയൂ എന്നാണ്. എന്നോട് പറയൂ. എന്തു ചെയ്യണമെന്ന് പറയും, എന്തു ചെയ്യണമെന്ന് പറയും. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? എന്തു ചെയ്യണമെന്ന് പറയും, അഥവാ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. ടെൽ മീ വാട്ട് ടു ഡു, ടെൽ മീ വാട്ട് ടു ഡു. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ. ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു നീഡ്, ഡു യു നീഡ്. എന്തെങ്കിലും സഹായം എന്ന് പറയുമ്പോൾ എനി ഹെൽപ്പ്, എനി ഹെൽപ്പ്. ഡു യു നീഡ് എനി ഹെൽപ്പ്, ഡു യു നീഡ് എനി ഹെൽപ്പ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കണോ. സാധാരണ നമ്മളോട് എല്ലാവരും ചോദിക്കണം, ഞാൻ നിങ്ങളെ സഹായിക്കണോ, നിങ്ങൾ സഹായം വേണോ. ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു. ഇനി വാട്ട് ടു ഡു, വാട്ട് ടു ഡു എന്നതിൽ ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുക എന്നാണ്. ചെയ്യുക. ആ ഡു എന്ന ആ വെർബിന് പകരം നമുക്ക് വേറെ ഏത് വെർബ് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റി പറഞ്ഞു പഠിക്കാവുന്നതാണ്. ഇപ്പോൾ വാട്ട് ടു ഡു എന്നതിന് പകരം നമുക്ക് വാട്ട് ടു പ്ലേ എന്ന് പറയാം, വാട്ട് ടു ബൈ, വാട്ട് ടു ടേക്ക്, വാട്ട് ടു നോ, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് മലയാളത്തിൽ ദെൻ എന്ത് പാചകം ചെയ്യണമെന്ന് പറയും, എന്ത് പാചകം ചെയ്യണമെന്ന് പറയും. ടെൽ മീ വാട്ട് ടു കുക്ക്, ടെൽ മീ വാട്ട് ടു കുക്ക്. കുക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്കൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ആൾ ചോദിക്കുകയാണ്, എന്ത് പാചകം ചെയ്യണം, ചിക്കൻ ബിരിയാണി വേണോ, അല്ലെങ്കിൽ വെജ് വെക്കണോ, റൈസ് വെക്കണോ എന്നൊക്കെ. ദെൻ മറ്റൊന്ന് ടെൽ മീ വാട്ട് ടു ഈറ്റ്, എന്ത് കഴിക്കണമെന്ന് പറയും. ടെൽ മീ വാട്ട് ടു ഈറ്റ്, വാട്ട് ടു ഈറ്റ്. അപ്പോൾ കുറേ ഭക്ഷണങ്ങൾ കൊണ്ടുവച്ചിരിക്കുകയാണ്, അപ്പോൾ എന്ത് കഴിക്കണം. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്ത് കഴിക്കണം, എന്താണ് വേണ്ടത്, എന്താണ് നിനക്ക് കഴിക്കാൻ വേണ്ടത്, എന്താണ് വേണ്ടതെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ഡു യു വാണ്ട്, അല്ലേ, എന്താണ് വേണ്ടത്. വാട്ട് ഡു യു വാണ്ട്, എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കുന്നത്. വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ്, എന്താണ് കഴിക്കാൻ വേണ്ടത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? നമുക്ക് ഇഷ്ടമുള്ളത് പറയൂ, അല്ലേ. നമുക്ക് ബിരിയാണി കഴിക്കാം, നമുക്ക് ബിരിയാണി കഴിക്കാം. ലെറ്റ്സ് ഹാവ് ബിരിയാണി, ലെറ്റ്സ് ഹാവ് ബിരിയാണി. ഇവിടെ കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ ഹാവ് യൂസ് ചെയ്യാം. ഹാവ്. നമുക്കൊരു കോഫി കുടിക്കാം, നമുക്കൊരു കോഫി കുടിക്കാം. ലെറ്റ്സ് ഹാവ് എ കോഫി, ലെറ്റ്സ് ഹാവ് എ കോഫി, അല്ലെങ്കിൽ ലെറ്റ്സ് ഡ്രിങ്ക് എ കോഫി എന്നും പറയാം. ലെറ്റ്സ് ഡ്രിങ്ക് എ കോഫി. അനദർ വൺ സിറ്റുവേഷൻ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഐ ഹാവ് സം പർച്ചേസ്, ഐ ഹാവ് സം പർച്ചേസ്. ഇവിടെ വാങ്ങുക എന്നതിന് പറയുന്നത് ബൈ എന്നാണ്, അല്ലേ. ബൈ ആണ് വാങ്ങുക. പക്ഷെ നമ്മൾ എന്തെങ്കിലും വാങ്ങാനുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോൾ എന്താ പറയുക? പർച്ചേസ് ഉണ്ടെന്ന് പറയും. ഐ ഹാവ് സം പർച്ചേസ്, ഐ ഹാവ് സം പർച്ചേസ്. അപ്പോൾ പറയാണ്, എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് പറയും, എന്താണ് വാങ്ങേണ്ടതെന്ന് പറയും. ടെൽ മീ വാട്ട് ടു ബൈ, ടെൽ മീ വാട്ട് ടു ബൈ, വാട്ട് ടു ബൈ. എന്താണ് വാങ്ങേണ്ടതെന്ന് പറയും. ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട്, എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറയണം. എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു ഗോ ഔട്ട്, ഐ നീഡ് ടു ഗോ ഔട്ട്. എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ അപ്പോൾ വാങ്ങാം എന്ന് പറയുകയാണ്. ഞാൻ വാങ്ങാം. ഐ വിൽ ബൈ, ഞാൻ വാങ്ങാം എന്നെങ്ങനെ പറയും? ഫ്യൂച്ചർ, ഭാവിയിൽ ഉള്ള ഒരു കാര്യമാണ്, അല്ലേ. ഞാൻ വാങ്ങാം, ഐ വിൽ ബൈ, ഐ വിൽ ബൈ. അപ്പോൾ എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങാം എന്നാണ് പറയുന്നത്. ദെൻ മറ്റൊന്ന്, എവിടെ തുടങ്ങണമെന്ന് പറയും, എവിടെ തുടങ്ങണമെന്ന് പറയും. എവിടെ, വേർ. ടെൽ മീ വേർ ടു സ്റ്റാർട്ട്, എവിടെ തുടങ്ങണമെന്ന് പറയും. സ്റ്റാർട്ടിങ് കിട്ടണില്ല, അപ്പോൾ എവിടെ തുടങ്ങണം എന്ന് പറയും. ടെൽ മീ വേർ ടു സ്റ്റാർട്ട്, എങ്ങനെ തുടങ്ങുമെന്ന് പറയും. എങ്ങനെ എന്ന് പറയുമ്പോൾ ഹൗ, എങ്ങനെ തുടങ്ങുമെന്ന് പറയും. ടെൽ മീ ഹൗ ടു സ്റ്റാർട്ട്, ടെൽ മീ ഹൗ ടു സ്റ്റാർട്ട്. അപ്പോൾ ആ കൺഫ്യൂഷനാണ്, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒന്നും അറിയില്ല, ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് പറയും, എങ്ങനെ ചെയ്യും. ടെൽ മീ ഹൗ ടു ഡു, ടെൽ മീ ഹൗ ടു ഡു. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? ഈസ് ദർ എനി ഐഡിയ, ഈസ് ദർ എനി ഐഡിയ. അപ്പോൾ നമുക്ക് കാഷ്വലായിട്ട് ചോദിക്കാനാണെങ്കിൽ എനി ഐഡിയ എന്ന് ചോദിക്കാം. എനി ഐഡിയ.
നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്തെങ്കിലും ആശയമുണ്ടോ ഇതിനെപ്പറ്റി? ഡു യു ഹാവ് എനി ഐഡിയ? ഡു യു ഹാവ് എനി ഐഡിയ. അപ്പം എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് എനി ഐഡിയ. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എനി ഐഡിയ. അപ്പോൾ നമ്മൾ എന്താ പറയുക? നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറയാം അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. ലെറ്റ്സ് ഹാവ് എ തിങ്ക്. ലെറ്റ്സ് ഹാവ് എ തിങ്ക്. നമുക്കൊന്ന് ആലോചിക്കാം. ലെറ്റ്സ് ഹാവ് എ തിങ്ക്. ദെൻ അനദർ വൺ സിറ്റുവേഷൻ. കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക, പവർ ഫെയിലായിക്കൊണ്ടിരിക്കുക, വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതിവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടോ? ഇതിങ്ങനെ ഇടയ്ക്കിടെ ഇവിടെ നടക്കാറുണ്ടോ, ഉണ്ടാവാറുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക? ഡസ് ഇറ്റ് ഓഫൺ ഹാപ്പൺ ഹിയർ? ഡസ് ഇറ്റ് ഓഫൺ ഹാപ്പൺ ഹിയർ? ഡസ് ഇറ്റ് ഓഫൺ ഹാപ്പൺ ഹിയർ. ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, ഹാപ്പൺ സംഭവിക്കുക അല്ലെങ്കിൽ നടക്കുക, ഹിയർ ഇവിടെ. ഡസ് ഇറ്റ് ഓഫൺ ഹാപ്പൺ ഹിയർ? അപ്പോൾ ഞാൻ പറയാണ് നോട്ട് ഓഫൺ. നോട്ട് ഓഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടാവാറില്ല എന്നർത്ഥത്തിൽ. നോട്ട് ഓഫൺ. അപ്പോൾ ഇടയ്ക്കിടെ എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തടുത്ത സമയങ്ങളിലായിട്ടൊക്കെ എന്നർത്ഥത്തിലാണ് നമ്മൾ ഇടയ്ക്കിടെ എന്ന് പറയുക. എന്നാൽ ഇതിവിടെ പതിവാണോ എന്ന് പറയുകയാണെങ്കിൽ പതിവാണ് എന്ന് പറയാനാണെങ്കിലോ പതിവാണ്. ഇതിങ്ങനെ പതിവാണ് ഇവിടെ. ഇറ്റ്സ് യൂഷ്വലി ഹിയർ. ഇറ്റ്സ് യൂഷ്വലി ഹിയർ. ഇറ്റ്സ് ഓൾവേസ് ഹാപ്പൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും നടക്കുന്നതാണെന്നാണ്. ഇറ്റ്സ് ഓൾവേസ് ഹാപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നടക്കുന്നതാണ്, എപ്പോഴും, ഓൾവേസ്. ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറയാനോ? ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ ഇറ്റ് സംടൈം ഹാപ്പൺ എന്ന് പറയാം. ഇറ്റ്സ് സംടൈംസ് ഹാപ്പൺ ഹിയർ. ഇറ്റ് സംടൈംസ് ഹാപ്പൺ ഹിയർ. ഇനി അതല്ല വല്ലപ്പോഴും നടക്കുന്നതാണെന്ന് പറയുകയാണെങ്കിൽ വല്ലപ്പോഴും എന്നതിന് എന്താ പറയുക? ഒക്കേഷണലി എന്ന് പറയും. ഒക്കേഷണലി. ഇറ്റ്സ് ഒക്കേഷണലി ഹാപ്പൺ. ഇറ്റ്സ് ഒക്കേഷണലി ഹാപ്പൺ. അല്ലെ അപൂർവമായിട്ടാണ് നടക്കുന്നതെന്ന് പറയാൻ അപൂർവമായി, റയർലി. ഇറ്റ്സ് റയർലി ഹാപ്പൺ. ഇറ്റ്സ് റയർലി ഹാപ്പൺ. എന്നാൽ ഇതൊന്നുമല്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്ന് പറയാനാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയാൻ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഹാപ്പൺ ഹിയർ. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഹാപ്പൺ ഹിയർ. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം, ഇത് ആദ്യമായിട്ടാണ് ഹാപ്പൺ ഹിയർ, ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഹാപ്പൺ ഹിയർ. അനദർ സിറ്റുവേഷൻ. നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ഒച്ച കുറച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാം, നിൻ്റെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടോ? ചുറ്റുവട്ടത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അതാണ് ഇങ്ങനെ ഒച്ച കുറച്ച് സംസാരിക്കുന്നത്. ഇസ് എനിബഡി അറൗണ്ട് യു? ഇസ് എനിബഡി അറൗണ്ട് യു? അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത്. ഇസ് എനിബഡി അറൗണ്ട് യു. ഇനി അങ്ങനെയല്ല, എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ അടുത്ത് എന്ന് പറയാൻ നിയർ. ഇസ് എനിബഡി നിയർ യു? ഇസ് എനിബഡി നിയർ യു? നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറയാണ് ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയണേ. ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഓൺലി മീ. ഓൺലി മീ. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ ഓൺലി മീ. ഇവിടെ ആരുമില്ല എന്നിങ്ങനെ പറയാ നൊബഡി ഹിയർ. നൊബഡി ഹിയർ. നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെങ്ങനെ പറയാം? പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഹിയർ യു. ഐ കാൺ ഹിയർ യു. ഐ കാൺ ഹിയർ യു. കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുക. കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുക. സ്പീക്ക് ലിറ്റിൽ ലൗഡ്. സ്പീക്ക് ലിറ്റിൽ ലൗഡ്. ദെൻ മറ്റൊന്ന് ഫോർ മീ. ഫോർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് വേണ്ടി എന്നാണ്. ഫോർ മീ, എനിക്ക് വേണ്ടി. ഫോർ മീ, എനിക്ക് വേണ്ടി ഇത് ചെയ്യേ. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? എനിക്ക് വേണ്ടി ഇത് ചെയ്യേ. ഡു ഇറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി എന്നതിന് ഫോർ മീ. ഇത് ചെയ്യേ എന്ന് പറയാൻ ഡു ഇറ്റ്. ഡു ഇറ്റ്. അപ്പോൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യേ. ഡു ഇറ്റ് ഫോർ മീ. ഡു ഇറ്റ് ഫോർ മീ. അവനു വേണ്ടി എന്ന് പറയാൻ ഫോർ ഹിം. അവനു വേണ്ടി ഫോർ ഹിം. അവൾക്ക് വേണ്ടി ഫോർ ഹെയർ. ഫോർ ഹെയർ. അവർക്ക് വേണ്ടി എന്നാണെങ്കിൽ ഫോർ ദം. ഫോർ ദം. അവർക്ക് വേണ്ടി ഫോർ ദം. കുട്ടികൾക്ക് വേണ്ടി ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി ഫോർ ചിൽഡ്രൻ. എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി എന്ന് പറയാനോ? സഹപ്രവർത്തകർക്ക് വേണ്ടി എന്ന് പറയാൻ ഫോർ മൈ കൊളീഗ്സ്. ഫോർ മൈ കൊളീഗ്സ്. കൊളീഗ്സ് സഹപ്രവർത്തകർ, കൂടെ ജോലി ചെയ്യുന്നവർ. എൻ്റെ സുഹൃത്തിനു വേണ്ടി എന്ന് പറയാൻ ഫോർ മൈ ഫ്രണ്ട്. ഫോർ മൈ
ഫ്രണ്ട്, എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാനിത് ചെയ്യും. അപ്പം അതെങ്ങനെ പറയാം? എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാനിത് ചെയ്യും. ഐ വിൽ ഡു ഇറ്റ്. ഞാനിത് ചെയ്യും എന്ന് പറയാൻ ഐ വിൽ ഡു ഇറ്റ്. ഐ വിൽ ഡു ഇറ്റ് ഫോർ മൈ ഫ്രണ്ട്. ഐ വിൽ ഡു ഇറ്റ് ഫോർ മൈ ഫ്രണ്ട്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. ഐ വാണ്ട് ടു ടെൽ യു. എനിക്ക് പറയണമെന്നുണ്ട്. സംതിങ്, ചില കാര്യങ്ങൾ. ഞാനിപ്പോൾ അല്പം തിരക്കിലാണ്. ഐ എം ബിസി നോ. ഐ എം ബിസി നോ. ഞാനിപ്പോൾ തിരക്കിലാണ്. അപ്പോൾ പറയാണ്, നീ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാക്ക്. നീ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാക്ക്. സമയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഉണ്ടാക്കുക? നമ്മൾ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും. അപ്പോൾ അതിനിടയിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കില്ലേ? അങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്ന് പറയും. യു മേക്ക് സം ടൈം ഫോർ മീ. യു മേക്ക് സം ടൈം ഫോർ മീ. നീ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാക്ക്. ഫോർ മീ, എനിക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാക്ക്. യു മേക്ക് സം ടൈം ഫോർ മീ. അപ്പോൾ നമ്മൾ വളരെ അടുപ്പമുള്ളവരോടൊക്കെയാണ് ഇത്തരത്തിൽ കാഷ്വലായിട്ട് സംസാരിക്കുക അല്ലേ, പറയാൻ പറ്റുക. അതല്ലെങ്കിൽ നമ്മൾ പൊളൈറ്റായിട്ട് എങ്ങനെ ചോദിക്കും? പൊളൈറ്റായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ കുഡ് യു അല്ലെങ്കിൽ ക്യാൻ യു ഒക്കെ വെച്ചിട്ട് വേണം ചോദിക്കാൻ. കുഡ് യു പ്ലീസ് മേക്ക് സം ടൈം ഫോർ മീ. കുഡ് യു പ്ലീസ് മേക്ക് സം ടൈം ഫോർ മീ അല്ലെങ്കിൽ ക്യാൻ യു വെച്ചിട്ട് ചോദിക്കാം. നമ്മൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാറുണ്ടല്ലേ സാധാരണ സന്ദർഭങ്ങളിൽ. നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ എങ്ങനെ ചോദിക്കുക? നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാനില്ല. അപ്പോൾ പിന്നെ അവരെ കണ്ടാൽ നമ്മൾ ചോദിക്കും നീ എവിടെ ആയിരുന്നു. അത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വേർ വേർ യു എന്ന് ചോദിക്കണം. വേർ വേർ യു. വേർ എവിടെ, WERE, വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു. യു, വേർ വേർ യു. നീ എവിടെ ആയിരുന്നു. നീ എവിടെയായിരുന്നു എന്നതിന് വേറൊരു സിറ്റുവേഷൻ ചോദ്യമാണ്. എന്താണ്? വേർ ഹാവ് യു ബീൻ. വേർ ഹാവ് യു ബീൻ. വേർ ഹാവ് യു ബീൻ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കാലം മുമ്പ് നമ്മൾ കണ്ട ഒരാൾ കുറച്ച് കാലം കഴിഞ്ഞ് ഞങ്ങൾ കാണുകയാണ്, ഇപ്പോൾ കാണുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് വേർ ഹാവ് യു ബീൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയും കാലം നീ എവിടെ ആയിരുന്നു എന്നാണ്. കുറച്ച് കാലത്തെ ഒരു ഗ്യാപ്പ് അവിടെ കാണിക്കാനാണ് ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതിനുവേണ്ടി. വേർ ഹാവ് യു ബീൻ, ഇത്രയും കാലം നീ എവിടെ ആയിരുന്നു. ദെൻ നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പോയപ്പോൾ തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇത് തീർക്കാൻ കൂടുതൽ സമയം എടുക്കുമോ? എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ കൂടുതൽ സമയം എടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഡസ് ഇറ്റ് ടേക്ക്, കൂടുതൽ സമയം എടുക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡസ് ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുമോ. ഡസ് ഇറ്റ് ടേക്ക് മോർ ടൈം, കൂടുതൽ സമയം. ഡസ് ഇറ്റ് ടേക്ക് മോർ ടൈം ടു ഫിനിഷ് ദിസ്. ടു ഫിനിഷ് ദിസ്, ഇത് തീർക്കാൻ. ടു ഫിനിഷ് ദിസ്, ഇത് തീർക്കാൻ, ഈ വർക്ക് തീർക്കാൻ കൂടുതൽ സമയം എടുക്കുമോ. ഡസ് ഇറ്റ് ടേക്ക് മോർ ടൈം ടു ഫിനിഷ് ദിസ്. അപ്പോൾ അവർ പറയാണ് അത്രയ്ക്കൊന്നും വേണ്ട എന്ന് പറയും. അത്രയ്ക്കൊന്നും വേണ്ട. നോട്ട് ദാറ്റ് മച്ച്. നോട്ട് ദാറ്റ് മച്ച്, അത്രയ്ക്കൊന്നും വേണ്ട എന്ന് പറയും. നോട്ട് ദാറ്റ് മച്ച്. അപ്പോൾ എത്ര നേരം എടുക്കും ചോദിക്കുകയാണ്. എത്ര നേരം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. എത്ര നേരം എടുക്കും എങ്ങനെയാണ് ഇംഗ്ലീഷ് ചോദിക്കുക? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. ഹൗ ലോങ്, എത്ര നേരം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്, എത്ര നേരം എടുക്കും. അപ്പോൾ അവർ പറയാണ് ഏകദേശം 1 മണിക്കൂർ മതിയാകും. ഏകദേശം 1 മണിക്കൂർ. ഏകദേശം എന്ന് പറയാൻ എങ്ങനെയാണ്? എബൌട്ട്. എബൌട്ട്, ഏകദേശം. എബൌട്ട് 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ. എബൌട്ട് 1 hour. ഇനഫ്, മതിയാകും എന്നതിന് ഇനഫ്. ഇനഫ് എന്ന് പറഞ്ഞാൽ മതിയായ എന്നർത്ഥം. Okay friends, thanks a lot all subscribers, and if you don't subscribe yet, please subscribe and give a like and comments also. We can meet next time with another topic. Bye.